മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ളതാണ്. ആധുനിക കാലഘട്ടത്തിൽ നഗരവൽക്കരണവും സാങ്കേതികവിദ്യയും വർദ്ധിച്ചതോടെ മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് അകന്നു. ഈ അകൽച്ച പല മാനസിക ശാരീരിക അസ്വസ്ഥതകൾക്കും കാരണമായിട്ടുണ്ട്. ഇവിടെയാണ് ഹോർട്ടികൾച്ചറൽ തെറാപ്പി പ്രസക്തമാകുന്നത്. ചെടികളെ വളർത്തുന്നതിലൂടെയും പ്രകൃതിയോട് ഇഴുകിച്ചേരുന്നതിലൂടെയും ഒരാളുടെ ആരോഗ്യം വീണ്ടെടുക്കുന്ന ശാസ്ത്രീയ ചികിത്സാരീതിയാണിത്. എന്താണ് ഹോർട്ടികൾച്ചറൽ തെറാപ്പി? ചെടികൾ നട്ടുപിടിപ്പിക്കുക, അവയെ പരിപാലിക്കുക, വിളവെടുക്കുക തുടങ്ങിയ പ്രവൃത്തികൾ ഒരു പ്രൊഫഷണൽ തെറാപ്പിസ്റ്റിന്റെ മേൽനോട്ടത്തിൽ ചെയ്യുന്നതിനെയാണ് ഹോർട്ടികൾച്ചറൽ തെറാപ്പി എന്ന് വിളിക്കുന്നത്. ഇത് വെറുമൊരു വിനോദമായ ഗാർഡനിംഗ് അല്ല. ഗാർഡനിംഗിൽ ലക്ഷ്യം ചെടിയുടെ വളർച്ചയാണെങ്കിൽ ഹോർട്ടികൾച്ചറൽ തെറാപ്പിയിൽ ലക്ഷ്യം വ്യക്തിയുടെ മാറ്റമാണ്. അമേരിക്കൻ ഹോർട്ടികൾച്ചറൽ തെറാപ്പി അസോസിയേഷൻ ഇതിനെ നിർവചിക്കുന്നത് നിശ്ചിത ചികിത്സാ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായി ഒരു അംഗീകൃത പ്രോഗ്രാമിലൂടെ ചെടികളെയും അനുബന്ധ പ്രവർത്തനങ്ങളെയും ഉപയോഗപ്പെടുത്തുന്ന രീതി എന്നാണ്. ഇതിന്റെ ചരിത്രം: പുരാതന കാലം മുതൽക്കേ കൃഷിക്ക് മനസ്സിനെ ശാന്തമാക്കാനുള്ള കഴിവുണ്ടെന്ന് മനുഷ്യൻ തിരിച്ചറിഞ്ഞിരുന്നു. 19-ാം നൂറ്റാണ്ട് ആധുനിക മാനസികാരോഗ്യ ചികിത്സയുടെ പിതാവായി അറിയപ്പെടുന്ന ഡോക്ടർ ബെഞ്ചമിൻ റഷ് മണ്ണിൽ പണിയെടുക്കുന്നത് മാനസിക രോഗികളിൽ വലിയ മാറ്റമുണ്ടാക്കുന്നു എന്ന് കണ്ടെത്തി. രണ്ടാം ലോകമഹായുദ്ധം യുദ്ധത്തിൽ പരിക്കേറ്റ സൈനികരുടെ ശാരീരികവും മാനസികവുമായ പുനരധിവാസത്തിനായി ആശുപത്രികളിൽ പൂന്തോട്ടങ്ങൾ നിർമ്മിച്ചു. ഇത് വലിയ വിജയമായതോടെയാണ് ഇതൊരു പ്രത്യേക ചികിത്സാ വിഭാഗമായി മാറിയത്. ഹോർട്ടികൾച്ചറൽ തെറാപ്പിയുടെ ശാസ്ത്രീയ വശം: എന്തുകൊണ്ടാണ് ചെടികൾ നമ്മുടെ മനസ്സിനെ സുഖപ്പെടുത്തുന്നത്? ഇതിന് പിന്നിൽ ചില പ്രധാന സിദ്ധാന്തങ്ങളുണ്ട്. ബയോഫീലിയ ഹൈപ്പോതിസിസ്: മനുഷ്യർക്ക് പ്രകൃതിയോട് ജന്മനാ ഒരു അടുപ്പമുണ്ട്. പ്രകൃതിദത്തമായ കാഴ്ചകൾ കാണുമ്പോൾ നമ്മുടെ തലച്ചോറിൽ എൻഡോർഫിൻ പോലുള്ള ഹാപ്പി ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അറ്റൻഷൻ റിസ്റ്റോറേഷൻ തിയറി: നഗരജീവിതത്തിലെ ശബ്ദങ്ങളും തിരക്കുകളും നമ്മുടെ ശ്രദ്ധയെ ഫോക്കസ് തളർത്തുന്നു. എന്നാൽ ഒരു ചെടിയുടെ ഇലയോ പൂവോ നോക്കിയിരിക്കുന്നത് നമ്മുടെ തലച്ചോറിന് വിശ്രമം നൽകുകയും ഏകാഗ്രത തിരികെ നൽകുകയും ചെയ്യുന്നു. മൈക്കോബാക്ടീരിയം വാക്കെ: മണ്ണിൽ കാണപ്പെടുന്ന ഈ ബാക്ടീരിയ ശ്വസിക്കുമ്പോഴോ സ്പർശിക്കുമ്പോഴോ അത് നമ്മുടെ പ്രതിരോധശേഷി കൂട്ടുകയും സെറോട്ടോണിൻ, സന്തോഷം നൽകുന്ന ഹോർമോൺ, വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഹോർട്ടികൾച്ചറൽ തെറാപ്പിയുടെ ഗുണങ്ങൾ: ഇതിനെ മൂന്നായി തിരിക്കാം: മാനസികം, ശാരീരികം, സാമൂഹികം. മാനസിക ഗുണങ്ങൾ: സ്ട്രെസ് കുറയ്ക്കുന്നു. കോർട്ടിസോൾ എന്ന സ്ട്രെസ് ഹോർമോണിന്റെ അളവ് കുറയ്ക്കാൻ മണ്ണിലെ പണികൾ സഹായിക്കുന്നു. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. ഒരു ചെറിയ വിത്ത് മുളച്ച് വലുതാകുന്നത് കാണുമ്പോൾ എനിക്ക് എന്തോ ചെയ്യാൻ സാധിച്ചു എന്ന തോന്നൽ വ്യക്തിയിൽ ഉണ്ടാകുന്നു. ക്ഷമ പഠിപ്പിക്കുന്നു. ചെടികൾ പെട്ടെന്ന് വളരില്ല, അവയ്ക്ക് സമയമെടുക്കും. ഇത് മനുഷ്യരെ ക്ഷമയുള്ളവരാക്കി മാറ്റുന്നു. ഡിപ്രഷൻ കുറയ്ക്കുന്നു. ഏകാന്തത അനുഭവിക്കുന്നവർക്കും വിഷാദരോഗം ഉള്ളവർക്കും ഒരു കൂട്ട് എന്ന പോലെ ചെടികൾ പ്രവർത്തിക്കുന്നു. ശാരീരിക ഗുണങ്ങൾ: വ്യായാമം, കുനിയുക, നടക്കുക, മണ്ണ് നീക്കുക എന്നിവയെല്ലാം പേശികൾക്കും സന്ധികൾക്കും നല്ലതാണ്. മോട്ടോർ സ്കിൽസ്: ചെറിയ വിത്തുകൾ പാകുന്നതും ഇലകൾ നുള്ളുന്നതും വിരലുകളുടെ ചലനശേഷി വർദ്ധിപ്പിക്കുന്നു. രക്തസമ്മർദ്ദം: പ്രകൃതിയുമായുള്ള സമ്പർക്കം രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. സാമൂഹിക ഗുണങ്ങൾ: ഗ്രൂപ്പായി ഗാർഡനിംഗ് ചെയ്യുമ്പോൾ മറ്റുള്ളവരുമായി ഇടപഴകാനും സഹകരിക്കാനും സാധിക്കുന്നു. ഇത് സാമൂഹികമായ ഒറ്റപ്പെടൽ കുറക്കുന്നു. ആർക്കൊക്കെ ഇത് പ്രയോജനപ്പെടും? പ്രായമായവർ, മറവിരോഗം, അൽഷിമേഴ്സ് എന്നിവയുള്ളവർക്ക് പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കാനും മനസ്സിനെ സജീവമായി നിർത്താനും പൂന്തോട്ടങ്ങൾ സഹായിക്കുന്നു. കുട്ടികൾ, അമിത വികൃതി, ADHD, ഓട്ടിസം എന്നിവയുള്ള കുട്ടികൾക്ക് ശാന്തരാകാനും പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഇത് ഉപകരിക്കും. ലഹരി വിമുക്ത ചികിത്സ: ലഹരിക്ക് അടിമപ്പെട്ടവർക്ക് പുതിയൊരു ജീവിതലക്ഷ്യം കണ്ടെത്താൻ മണ്ണിലെ പണികൾ സഹായിക്കുന്നു. ശാരീരിക വെല്ലുവിളി നേരിടുന്നവർ, അവർക്ക് അനുയോജ്യമായ രീതിയിൽ നിർമ്മിച്ച പൂന്തോട്ടങ്ങൾ അവരുടെ ചലനശേഷി കൂട്ടുന്നു. എങ്ങനെ വീട്ടിൽ തുടങ്ങാം? നിങ്ങൾക്ക് വലിയ സ്ഥലം ഇല്ലെങ്കിൽ പോലും വീട്ടിൽ ഇത് പരീക്ഷിക്കാം. ഇൻഡോർ പ്ലാന്റ്സ്: സ്നേക്ക് പ്ലാന്റ്, മണി പ്ലാന്റ് എന്നിവ മുറിക്കുള്ളിൽ വെക്കാം. ഹെർബ് ഗാർഡൻ: അടുക്കളയിൽ മല്ലി, പുതിന, തുളസി എന്നിവ വളർത്താം. ബാൽക്കണി ഗാർഡനിംഗ്: ചെറിയ ചട്ടികളിൽ പൂച്ചെടികൾ വളർത്താം. ഹോർട്ടികൾച്ചറൽ തെറാപ്പി എന്നത് കേവലം മണ്ണിൽ കളിക്കലല്ല, മറിച്ച് മണ്ണിലൂടെ മനുഷ്യന്റെ തകർന്ന മനസ്സും ശരീരവും തുന്നിച്ചേർക്കലാണ്. കോൺക്രീറ്റ് കാടുകൾക്കിടയിൽ ശ്വാസം മുട്ടുന്ന നമുക്ക് ഓരോരുത്തർക്കും ഒരു ചെറിയ പച്ചപ്പിലെങ്കിലും തൊടാൻ സാധിക്കുന്നത് വലിയൊരു ഔഷധമാണ്.